പാഴായിപ്പോയ യാത്രകളല്ല. ഓരോ യാത്രകളും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന യാത്രയാണ്. ദൈവതമ്പുരാനെ യെരൂശലേമിലേക്ക് അങ്ങ് യാത്ര ചെയ്തതിൻ്റെ ആ പാവന സ്മരണയുടെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് ഒന്നിച്ച് നിൽക്കുന്നു. ദൈവമേ, ആർത്തു വിളിക്കുന്ന ജനം മാറ്റി പറയാൻ നിമിഷങ്ങൾ വേണ്ട എന്ന് ആ യാത്ര ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ സ്തോത്രം. അത് വളരെ സാവധാനതയിൽ ചുറ്റുപാടിനെ കണ്ടുള്ള യാത്രയാണെന്ന് ഞങ്ങളെ ഓർപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അടിച്ചമർത്തപ്പെട്ടവൻ്റെയും വേദന നിറഞ്ഞവൻ്റെയും കണ്ണിനെയും കണ്ണുനീരിനെയും കണ്ട യാത്രയാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. അത് വിനയത്തിൻ്റെയും സൗമ്യതയുടെയും സാവധാനതയുടെയും യാത്രയാണെന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. തമ്പുരാനെ, ഈ ഒരാഴ്ച ഞങ്ങൾ അങ്ങയുടെ ജീവിതത്തെ, കഷ്ടാനുഭവത്തെ, ക്രൂശമരണത്തെ, ഉയർത്തെഴുന്നേൽപ്പിനെ ഒക്കെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ. അങ്ങയുടെ കരുണയും കാവലും ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റി പുതുജീവനിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ഈ ഹോസന ആരാധനയോടുകൂടെ ചേർന്ന് നടത്തുന്ന പാഷൻ റിസൈറ്റലിനെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിച്ചമർത്തപ്പെടുന്നവൻ്റെ ശബ്ദം ദൈവമേ പ്രതിധ്വനിക്കുന്ന നാളുകളായി വരും നാളുകളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ചുവടുവെപ്പും ദൈവത്തോട് ചേർന്നായിരിക്കാൻ കൃപ നൽകണം. ഇന്ന് നിന്റെ മഹത്വം അന്വേഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഇന്നത്തെ ശുശ്രൂഷയിൽ ഉടനീളം കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Praise the Lord. Praise the Lord. Praise the Lord. This evening is not just a Passion Week service which will begin today. This evening is not just a Passion recital by the choir. As we reminded you this morning after the service, this evening marks a unique beginning, an incorporation of both the liturgy and Passion recital prepared by the choir. Let us all prayerfully participate in this musical worship. Let us join the choir in singing from the Divine Hymnal, Hymn 34, as the opening song. Hymn 34.
Glory be to the Father, to the Son, and the Holy Spirit, as it was in the beginning, is now, and shall be forever and ever. Amen. Forever and ever. Holy, holy, Lord God Almighty, heaven and earth are full of your glory. Hosanna in the highest. Blessed he who has come and is to come again in the name of the Lord. Hosanna in the highest. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായ്ക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായേ, നിന്റെ സിംഹാസനം മുൻപാകെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പീഡാനുഭവത്തിൽ നിന്നോടുകൂടെ കഷ്ടത സഹിപ്പാനും ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയിൽ സാധിച്ചുകൊള്ളുവാനും
ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ മനസ്സുകൾ പ്രശംസിപ്പാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ മുറിവുകളാൽ സൗഖ്യം പ്രാപിപ്പാനും ഞങ്ങളുടെ മരണാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ജീവിപ്പിക്കുന്ന നിന്റെ മരണത്തിൽ ജീവിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റുന്ന പുനരുദ്ധാനത്തിൽ ഞങ്ങൾ നിന്നോടുകൂടെ നീക്കും ആനന്ദിച്ചു രസിക്കുമാറാകണമേ. സങ്കീർത്തനം പേജ് നമ്പർ 6. 51-ാം സങ്കീർത്തനം പേജ് നമ്പർ 6. ചെയ്യണമേ, നിന്റെ പ്രകാരം എന്റെ പാപങ്ങളുമായി ചുഴണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രതിവാക്യമായും പറയാം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പേജ് നമ്പർ 45. ഞങ്ങളോട് കരുണ ചെയ്യണമേ. 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 നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നമ്മെ കഷ്ടതയില്ലാത്തവരും മരണമില്ലാത്തവരുമാക്കി തീർക്കാൻ തന്റെ മനുഷ്യാവതാരത്താൽ മനസ്സോടെ എഴുന്നള്ളി വന്ന തന്റെ പീഡാനുഭവത്താൽ നമ്മുടെ കുറ്റപത്രങ്ങൾ കീറിക്കളയുകയും കഷ്ടതയുള്ള നമ്മുടെ വർഗത്തിന് കഷ്ടതയില്ലായ്മയെ സമ്പാദിക്കുകയും സ്വർഗവാസികളെയും ഭൂവാസികളെയും തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്തവനും തന്റെ ഉണ്മയിൽ കഷ്ടതയില്ലാത്തവനുമായ മിശിഹാതമ്പുരാന് സന്ധ്യാപ്രാർത്ഥനയുടെ ഈ നേരത്തെ നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. അറുതിയില്ലാതെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി സമരസാൽ കഷ്ടത അനുഭവിച്ച കാരുണ്യവാനും ദയാലുവായ മിശിഹാതമ്പുരാനെ, നിന്റെ പീഡാനുഭവത്താൽ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ ആഹ്ലാദത്തോടെ ആർത്തു പറയുന്നു. പാപത്തിന്റെ ശുദ്ധവിചാരങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത രക്ഷാകരവും വിശുദ്ധവുമായ പീഡാനുഭവമേ, സമാധാനത്തോടെ വരിക. അക്ഷമമായ പുതിയ ജീവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത രക്ഷാകരമായ പീഡാനുഭവമേ, സമാധാനത്തോടെ വരിക. ആത്മീയ ഭാഗ്യങ്ങളുടെ ഭണ്ഡാരങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തന്ന രക്ഷാകരമായ പീഡാനുഭവമേ, സമാധാനത്തോടെ വരിക. മലിനതയിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ച സത്യപാതയിലാക്കി വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ, സമാധാനത്താലെ വരിക. ഞങ്ങൾക്ക് രക്ഷയുടെ ആയുധവും സദ്ഗുണങ്ങളുടെ സങ്കേതവുമായി തീർന്ന വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ, സമാധാനത്തോടെ വരിക. സാധാരണ വഞ്ചന നശിപ്പിച്ച് കടങ്ങൾ പരിഹരിച്ച വിശുദ്ധ
വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ സമാധാനത്തോടെ വരിക. ലോകമൊക്കെ സകല ജാതികളാലും രാജാവായി കൊണ്ടാടപ്പെടുന്ന വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ സമാധാനത്തോടെ വരിക. ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും മാറ്റിത്തരികയും പാപത്തിന്റെ ഓളങ്ങളിൽ അന്തരമാനകളിൽ നിന്ന് വിടുവിച്ച് സമാധാനത്തിന്റെ തുറമുഖത്ത് ഞങ്ങളെ എത്തിക്കുകയും ചെയ്ത വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ സമാധാനത്തോടെ വരിക. സകല സൃഷ്ടിയും ജീവനും പ്രകാശവും ഉദിപ്പിച്ച് ഞങ്ങളുടെ പിതാവിനോട് നിരപ്പിച്ച വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ സമാധാനത്തോടെ വരിക. സ്വർഗീയമായ നിത്യം നൽകി ഞങ്ങളോട് ജന്മിപ്പെടുത്തിയ വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ സമാധാനത്തോടെ വരിക. ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ ശരീരത്തിൽ പീഡയനുഭവിച്ച ഞങ്ങളുടെ വിഷയാതപുരാനെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പീഡാനുഭവത്തിൽ പങ്കുകൊണ്ടാവാനും വഹിപ്പാനും നിന്റെ താഴ്ചയിൽ സമരസ്യപ്പെട്ട ക്രൂശാരോഹണത്തിൽ വിജയം ഘോഷിപ്പാനും നിന്റെ കല്യാണ വിരുന്നിൽ നിന്നോടുകൂടെ മണിയറയിൽ പ്രവേശിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഓശോ ആരിടത്തിൽ പോകേണ്ടു ഞാനീശോനാഥ, പാരിൽ നീ ഒഴിഞ്ഞെനിക്കാരും തുടയില്ലേതുമേ ചേരും നടിയാ തിരുകൃപാസനത്തിങ്കൽ കാരുണ്യത്താ കരളറിഞ്ഞിടണമേ. പാരം ഞാനുഴലുന്നയ്യോ പാപകൂപത്തിൽ ഭാരത്താൽ ഞരങ്ങി വന്നിടുന്നേ നിങ്ങളെ പാതകൻ. ഹല്ലേലൂയ തുണചെയ്തിടണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ പ്രാർത്ഥന കനിവോടെ കൈക്കൊള്ളണമേ. നിന്റെ പീഡാനുഭവങ്ങളെ വന്ദിക്കുകയും സ്തുതിക്കുകയും തിരുമുറികളെ സ്നേഹത്തോടെ ചുംബിക്കുകയും നിന്റെ കുരിശിൽ സന്തോഷത്തോടെ പ്രശംസിക്കുകയും ചെയ്യുന്ന നിന്റെ വിവേകമുള്ള ആട്ടിൻകൂട്ടത്തിന്റെ അപേക്ഷകളിൽ പ്രസാദം തോന്നണമേ. പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വന്ദിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന വന്യപുത്രനും സാക്ഷാൽ അവകാശിയുമാകുന്ന നിനക്ക് സ്വതന്ത്രമാകുന്ന മധുരഫലം ഇടവിടാതെ സമർപ്പിപ്പാൻ അതിൻ്റെ കൊമ്പിനെ എല്ലാ ഭാഗങ്ങളിലും ഉയർത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്കായേറ്റമിൻ കഷ്ടതാഴ്ച കർത്താവേ വാഴ്ത്തപ്പെട്ട
Mama
ജാതികളെ
നിന്നുടെ രണ്ടാം
ദൈവത്തെക്കുറിച്ച് അവന്റെ സ്നേഹവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുന്നു. പ്രാപിക്കും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും വരുന്ന പ്രതിഫലം കാണും. നിനക്ക് ഭവിക്കുകയില്ല, കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ കാൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവനെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരണം. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് ബോധപ്പെടുത്തും. ദുർഗാസോട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. 40-ാം അത്യുന്നതൻ അത്യുന്നതൻ മറവിൽ ഇരിക്കുന്നവനായ കർത്താവേ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകളെ നിഴലിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സകലവും കേൾക്കുന്നവനെ, നിന്റെ കരുണയാൽ നിന്റെ അടിയാറായ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷിതാവുമായ മിശിഹാ കർത്താവേ, സമാധാനം നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും നീതി വിളങ്ങുന്ന രാവും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമാറാകണമേ. ഞങ്ങൾ ജീവനോട്ടിരിക്കുന്ന നാളൊക്കെയും നിന്റെ വലങ്കൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താസ്തുതി നിനക്കു താതനു ബഹുമാനം വിശുദ്ധാരൂഹായ്ക്കും പുകഴ്ച വന്ദനം. പാപികളാകും നിന്നോടെ അടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ടു സിംഹാസന പ്രാർത്ഥനയെത്തണമേ. സ്തുതിയൻ കർത്താവേ, സ്തുതിയൻ കർത്താവേ, നിത്യ ശരണമേ സ്തുതിയേ പാലിക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വിശുദ്ധ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്ക ചെന്ന് അതിലിലയല്ലാതെ ഒന്നും കാണായികയാൽ നീ ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങളോടും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ഏകപുത്രനും തിരുവിതപ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നവനുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യം ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധ
പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. Barikmon, Stavan Carlos. Please be seated. The first lesson reading would be read, followed by the first and the second recital for the evening. The first lesson reading. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ലവക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നു പോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും വിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുത് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേലിന്റെ ഗ്രഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരിക്കുന്നു, എന്നാൽ ഇതാ ഭീതി. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കാതെ വന്നോ, മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും ഒരു ഹോമോർ വിത്തിൽ നിന്ന് ഒരു എഫായും മാത്രം കിട്ടും. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്, എന്നാൽ യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു, വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും അവരിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നിഗളികളുടെ കണ്ണ് താഴുകയും ചെയ്യും. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ മേൽ പറഞ്ഞതുപോലെ സ്നേഹിയും പുഷ്ടിയുള്ളവരുടെ ശൂന്യപ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും. വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ നാം പാഠം അവസാനിച്ചു.
lesson would be read, followed by the third and the fourth recital. Second lesson. The second lesson is taken from the Gospel according to Matthew, chapter 21, verses 17 to 22. Matthew, chapter 21, 17 to 22. And leaving them, he went out of the city to Bethany and lodged there. In the morning, as he was returning to the city,
ക്രിസ്തീയ കീർത്തനങ്ങളിൽ 150 ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ചകളിൽ നമുക്ക് പങ്കുചേരാം. കോയറിനോടൊപ്പം ക്രിസ്തീയ കീർത്തനത്തിൽ 150 ഗീതം ചേർന്ന് പാടാം. തുടർന്ന് തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാൻ കാതോർക്കാം. it for us. And thank you for taking it on. Thank you, Lord, that the cross becomes meaningful for us only through you. Thank you for receiving each one of us. We submit this offering into your hands. In Jesus' name we pray. Amen. Praise the Lord.
ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലും ഇപ്രാവശ്യത്തെ നമ്മുടെ സന്ധ്യാനമസ്കാരം വ്യത്യസ്തമായ രീതിയിൽ ആരംഭിക്കാൻ ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത്ര മനോഹരമായ രീതിയിൽ ഇതിനെ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഇപ്പോൾ പറയുന്നത് മാത്രമല്ല, തുടർന്ന് പറയുന്നതുമായിരിക്കും. ഇന്ന് രാവിലെ ഹോസന്നയുടെ വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾ ശ്രദ്ധിച്ചവർക്ക് അതിനകത്ത് എല്ലാം അടങ്ങിയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇന്ന് അമശിക്കര പ്രയർ ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ an hour 3 mile an hour God. 1 മണിക്കൂർ കൊണ്ട് 3 മൈൽ നടക്കുന്ന ദൈവത്തെ കാണുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ലോകത്തിൽ ഇമ്പോസിബിൾ ആണ്. യെസ്, വി ആർ ഓൾ എന്താ പറയാന്നറിയില്ല, അങ്ങനെ അങ്ങ് പരക്കം പായുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്ത രീതിയിൽ നമ്മൾ ഓരോ ദിവസവും വല്ലാതെ പരക്കം പായുന്ന ഒരു കാലമാണ് ഇത്. അവിടെ നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ 2000 വർഷം മുമ്പ് ഒരു കഴുതയെ തിരഞ്ഞെടുത്ത് അതിൻ്റെ മുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു നഗരത്തിലേക്ക് അതിൻ്റെ ഉത്സവത്തിൻ്റെ ഫെസ്റ്റിവിറ്റിയുടെ ഹൈറ്റിനായിട്ടുള്ള ഒരു സമയത്തേക്ക് പ്രവേശിക്കുന്നത്. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കഴിയും എന്ന് ഇന്ന് രാവിലെ നമ്മൾ കേട്ടു. അത് മാത്രമല്ല, ആ മനുഷ്യൻ തിരഞ്ഞെടുത്ത അത് ഒരു താഴ്മയുടെ സിമ്പലാണ്, സിമ്പൽ ഓഫ് ഹ്യൂമിലിറ്റി എന്നുള്ള കാര്യം മറക്കണ്ട. ഞാൻ ഹോസന്നായിട്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പ്രസംഗിച്ചപ്പോഴൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു ചെറിയ കവിതയുടെ ശകലം ഇങ്ങനെയാണ്. അത് 19th സെഞ്ച്വറിയിൽ എഴുതിയ കവിതയാണ്. എഴുതിയത് ഒറിയൻ കവിയാണ്, ഗംഗാധർ മെഹർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ചെറിയ ചോദ്യത്തോടു കൂടിയാണ് "What shall I offer before you, Lord, when I am coming for worship you?" എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ എന്ത് സമർപ്പിക്കും, ഞാൻ ആരാധനയ്ക്കായി വരുമ്പോൾ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. വി ഹാവ് ഇനഫ് വിത്ത് us. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, തമ്പുരാൻ മറഞ്ഞിരുന്ന് കാണുന്നുണ്ട് what we are offering. എന്നാൽ ഓഫർ ചെയ്ത ആൾ പോലും അത് അറിയുന്നില്ല. അതുകൊണ്ടാണ് 2 വെള്ളിക്കാശിട്ട വിധവയെ അവൾ അറിഞ്ഞിട്ടില്ല ഇന്നും പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളത്. അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടുള്ള കാര്യമേ അല്ല. ഷീ നെവർ തോട്ട് ഓഫ് ഇറ്റ്. ആരും കാണാതെ ഇട്ടേച്ചു പോയതിനെ ഇന്നും പ്രകൃതിക്ക് തക്കവണ്ണം തമ്പുരാന്റെ ഒരു വാക്ക് അവൾ അധികം ഇട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓഫറിങ്ങിന്റെ നമ്മളുടെ കയ്യിൽ ഇഷ്ടംപോലെ റിസോഴ്സസ്. പക്ഷെ ചോദ്യം ഇങ്ങനെയാണ്, what shall I offer before you, Lord? ഫ്ലവേഴ്സ്, നല്ല പൂക്കൾ, അല്ല ഫ്രൂട്ട്സ്, അല്ല വെൽത്ത്? എന്താ തമ്പുരാനെ നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഞാൻ അർപ്പിക്കേണ്ടത്? ആ അർപ്പണം നടത്താനായി ചെല്ലുന്ന ആളോട് അവൻ അവസാനം എത്തുന്നൊരു ഉത്തരമുണ്ട്. If I submit myself before you, Lord, I am also your creation. എല്ലാം തന്നെ ദൈവമേ നിന്റെ സൃഷ്ടിയാണ്. ഈ ലോകത്തിൽ കാണുന്നത് മുഴുവൻ സൃഷ്ടിയാണ്. എന്ത് തന്നെ ഞാൻ കൊണ്ടുവന്ന് സമർപ്പിച്ചാലും അത് നിന്റെ സൃഷ്ടിയുടെ ആ ചങ്ങലയ്ക്കകത്തുപെടുത്താം. Then what shall I offer? എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ദൈവമേ, നീ സൃഷ്ടിക്കാത്തത് ഒന്ന് ഞാൻ സൃഷ്ടിച്ചത് എന്നിലുണ്ട്. നീ സൃഷ്ടിക്കാത്തത് ഒന്ന് ഞാൻ സൃഷ്ടിച്ചത് എന്നിലുണ്ട്. Accept it and accept my worship and my sacrifice. തമ്പുരാനെ, നീ സൃഷ്ടിക്കാത്തത് എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നു. ഞാനെന്ന എൻ്റെ ഭാവം, എൻ്റെ അഹംകാരം, എൻ്റെ അഹംഭാവം, അഹംബോധമല്ല അഹങ്കാരം, ഞാനെന്നുള്ളത്. Let me sacrifice my
ego before you, Lord. Accept me as you created me. നീ എന്നെ സൃഷ്ടിച്ചതുപോലെ സ്വീകരിക്കണമേ. ഹോശാനയ്ക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതല്ലാതെ എന്താ പറയാൻ പറ്റുക? യാത്രകളെല്ലാം തന്നെ ആരുടെയെങ്കിലും കണ്ണുനീരിൽ കുതിർന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എവറി പ്രൊസഷൻ, എവറി ജേർണി ഡെഫിനറ്റ്ലി ഇങ്ങനെ ഇമേഴ്സ്ഡ് ഇൻ സർട്ടൻ പേഴ്സൺസ് ഈ കരച്ചിലിനകത്ത് ക്രൈ ആൻഡ് മോർണിംഗ് എല്ലാം നിങ്ങൾ നോക്കൂ. ഒരു വിജയത്തിൻ്റെ ആഘോഷം മറ്റൊരാളുടെ കരച്ചിലിൻ്റെ ശബ്ദമാണ്. ഓരോ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് കർഷകരുടേതാകട്ടെ, ആശാ വർക്കേഴ്സിൻ്റെ ആകട്ടെ, ഓരോ മുസ്ലിം സഹോദരൻ്റെ ആകട്ടെ, അല്ല ജബൽപൂരിൽ അടിയേറ്റ് വീണ അച്ഛന്മാർക്ക് വേണ്ടിയുള്ള ജാഥയാകട്ടെ, കുടിയൊഴിപ്പിക്കുന്ന മനുഷ്യന് വേണ്ടിയുള്ളതാകട്ടെ, അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാകട്ടെ, ആ ജാഥകളുടെ എല്ലാം പിന്നിൽ ആരുടെയെങ്കിലും കണ്ണുനീരും കരച്ചിലുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ ഒരു ജാഥ പുറപ്പെടുന്നുണ്ട്, ഒരു പ്രൊസഷൻ പോകുന്നുണ്ട്. ആ പ്രൊസഷനകത്ത് കണ്ണുനീരല്ല, പക്ഷേ ആ പ്രൊസഷൻ എൻഡ് ചെയ്യുന്നത് ഒരു ട്രയംഫൽ ആയിട്ടുള്ള എൻട്രി ആയിട്ടല്ല, അട്ടർ ഫെയിലിയർ ആയിട്ടുള്ളൊരു എൻട്രിയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇതിന് ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ ലക്ഷണറി ഒക്കെ ഉണ്ടാക്കിയപ്പോൾ, അതിനകത്ത് 3 വർഷത്തെ ലക്ഷണറി ഉണ്ടാക്കിയപ്പോഴെല്ലാം ഇതിന്റെ ട്രയംഫൽ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് പറയുന്നത്. ബട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്താണ് ഇങ്ങനെ പോകുന്നപ്പോൾ പറഞ്ഞു, ഇസ് ഇറ്റ് റിയലി എ ട്രയംഫൽ എൻട്രി ഓർ ആൻ അറ്റർ ഫെയിലിയർ എൻട്രി ഇൻ വൺ സെൻസ്? അല്ലേ? ഒന്ന് തല തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടത്തിനകത്ത് പോയില്ലേ, മുഴുവൻ തകർന്നില്ലേ? എന്ത് ചെയ്യാം, മനുഷ്യന് പോലും അറിയാതെ മുച്ചൂടം അടിച്ച് മാറ്റിക്കടന്നില്ലേ? അങ്ങനെ ഒരു യാത്രയല്ലേ അവിടെ ചെന്ന് അവസാനിക്കുന്നത്? എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ വിജയത്തിൻ്റെ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കുന്നതാണ് ഈ യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ വിജയത്തിന്റെ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കുന്നതാണ്. ആരൊക്കെയോ പരാജയപ്പെട്ടതാണ് എൻ്റെ വിജയത്തിന് അടിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലയാളം വായിക്കാൻ അറിയുന്നവർ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാവാം, അല്ലെങ്കിൽ ഇനി വായിക്കാൻ ശ്രമിക്കേണ്ട ഒരു പുസ്തകം പറയാം, മുൻപേ പറക്കുന്ന പക്ഷികൾ. വളരെ നാളുകൾക്ക് മുമ്പേ എഴുതപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പം നമ്മൾ ഏതോ ഒരു ലോകത്തിലാണ്. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുക്കൻ തലതിരിഞ്ഞു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവന്റെ തലതിരിവിന്റെ അർത്ഥങ്ങളുടെ തലങ്ങളെ എസ്.ഐ. രാധാകൃഷ്ണൻ എത്ര വിവിഡായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പക്ഷികൾ മുമ്പേ പറക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ത്രികോണ രീതിയിലാണ് പോകുന്നത്. ഒരു പക്ഷി എപ്പോഴും മുമ്പിലുണ്ട്, അതിൻ്റെ ചുറ്റുമാണ് മറ്റു പക്ഷികളെല്ലാം പറക്കുന്നത്. പുറകിലായിട്ട് ഇങ്ങനെ പറന്നു പോകും. എന്ത് ആപത്ത് വന്നാലും ആ മുൻപിൽ പോകുന്ന പക്ഷിയാണ് അഭിമുഖീകരിക്കുന്നത്. മിക്കവാറും യാത്രയുടെ അന്ത്യത്തെത്തുമ്പോൾ ആ പക്ഷി കാണില്ല, പക്ഷെങ്കിൽ മറ്റുള്ള പക്ഷികളെല്ലാം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. എന്നാലും പക്ഷികൾക്കൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും മനോഹരമായ ഒരു ചില്ല എപ്പോഴും ഒഴിച്ചിട്ടേക്കും ആ പക്ഷിയെ ഓർക്കാൻ, ആ പക്ഷിയെ ചിന്തിക്കാൻ. അങ്ങനെ മുമ്പേ നടന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാപത്തിന്റെ എല്ലാ ഘടനകളോടും പോരാടി ഏറ്റവും അവസാനം നിത്യജീവനെ നമുക്ക് നൽകിയ ഒരു കർത്താവ് ഏറ്റവും ഉത്തമമായ സ്ഥാനത്താണോ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണ് ഈ ഹോശന്നായുടെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിജയമെന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന മനുഷ്യനെ അല്ലേ നമ്മൾ ചിന്തിക്കണം. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന മനുഷ്യനായാലും, മദർ തെരേസ എന്ന് പറയുന്ന മനുഷ്യനായാലും, സ്ത്രീയാണെങ്കിലും, റാണി മരിയം എന്ന് പറയുന്നതാണെങ്കിലും, എല്ലാം കത്തോലിക്ക സഭ ഈ ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ വലിയ ദാനങ്ങളാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഒരു സ്ട്രോയ്ക്ക് വേണ്ടി പാർക്കിൻസൺസ് ഉള്ള ആ മനുഷ്യൻ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി ജയിലിൽ ആവശ്യപ്പെട്ടപ്പോഴും അത് കിട്ടാതെ മരിക്കുമ്പോഴും അദ്ദേഹം തൂർത്തേച്ചു പോയൊരു വഴിയിൽ ഒരുപക്ഷെ അദ്ദേഹം ആ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിലും അനേകരുടെ ഒരു ഉണർവിനും പുതുക്കത്തിനും അനേകരുടെ വിജയത്തിനും അത് കാരണമാണ്.
ഈ പോകുന്ന കർത്താവ് ഇന്ന് അച്ഛൻ പറഞ്ഞ കാര്യം, സഞ്ജു അച്ഛൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചവർക്കറിയാം. ഈ ഹോശാന പാടിയവർ നിമിഷങ്ങൾ വെച്ച് തിരിച്ച് ക്രൂശിക്ക എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ്. പക്ഷേ ആ ക്രൂശ് ഒരു അവസാനമല്ല എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഹോശാനയുടെ ദിവസം പറയുന്നത്. അതുകൊണ്ട് പാഠഭേദങ്ങൾ ആവശ്യമുള്ള, ബദലുകൾ ആവശ്യമുള്ള ഒരു ദിവസമായിരുന്നു. എന്താണ് വിനയമെന്ന് നാം പഠിക്കേണ്ട ഒരു കാലമാണ്. എന്താണ് അർപ്പണമെന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് വിജയം എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാലമാണ്. നമ്മളുടെ തന്നിഷ്ടവും നമ്മുടെ അഹങ്കാരവും നമ്മുടെ വിനയമില്ലായ്മയും നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് സക്സസ്, കോൺസെപ്റ്റ് ഓഫ് വിക്ടറി എന്നൊക്കെ പറയുന്നതിനെ പൊളിച്ചെഴുതാൻ സാധ്യമായി തീരണം ഈ വർഷത്തെ നമ്മളുടെ പാഷൻ വീക്ക് എന്ന് പറയുന്നത്. ദൈവമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് പരിവർത്തനം ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചില്ലയിൽ എൻ്റെ തമ്പുരാനെ ജീവിക്കാൻ, തമ്പുരാനിൽ കൂടെ വളരാൻ, തമ്പുരാൻ പറയുന്നത് കേൾക്കത്തക്കോണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചില്ലയിൽ നിന്നെ പ്രതിഷ്ഠിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. നാഥ, എൻ്റെ വിനയത്തിന്, എൻ്റെ അർപ്പണത്തിന്, എൻ്റെ വിജയത്തിന് കാരണം നീ മാത്രം. ഹോശന്ന എന്ന് പാടുവാൻ, ആർത്ത് വിളിക്കുവാൻ, നിലവിളിക്കുവാൻ, നിലവിളിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽപ്പാൻ, ക്രിസ്തീയ സമൂഹത്തിനോടൊപ്പം ഞാനുമുണ്ട് എന്ന് സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് എന്ന ദിവസം ഈ പാഷൻ റിസൈറ്റിനോടൊപ്പം, ഗാനങ്ങളോടൊപ്പം ചേർന്ന് ഈ ഈണത്തിൽ, ഈ താളത്തിൽ ജീവിതത്തിൻ്റെ ചില സത്യങ്ങൾ മനസ്സിലാക്കി തന്ന നിന്റെ മകനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ഇത്രത്തോളം വാഴ്ത്തിയ വന്യാകിയാൽ സ്തോത്രം. ഉടനീളം ഞങ്ങളെയും അച്ഛനെയും ഒരുപോലെ അനുഗ്രഹിച്ചാലും നിന്റെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ സഹായിച്ചതിനായ സ്തോത്രം, നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ പൊതിഞ്ഞാലും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആരാധനയുടെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. അവസാനത്തെ 2 ഗാനങ്ങൾ പാടുവാൻ കോയറിനെ ക്ഷണിക്കുന്നു. May the choir come over the stage as they would lead us with the 5th and the 6th Passion Recital.
കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Please be seated. അതിൻ്റെ അർത്ഥം മുഴുവൻ നൽകിയ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ആരാധനയാണ് ഇന്നിവിടെ നടന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പാഷൻ വീക്കിലെ ഫസ്റ്റ് ഡേ ഓഫ് അവർ പാഷൻ വീക്ക് അത് വളരെ അർത്ഥവത്തായ രീതിയിൽ ഇന്ന് നമുക്ക് ലഭ്യമായി എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോരങ്ങൾ അവരുടെ ഒരു ആഗ്രഹമാണ് പാഷൻ റിസൈറ്റൽ എന്ന് പറയുന്നത്. ആ പാഷൻ റിസൈറ്റൽ എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കി അവരത് അവതരിപ്പിച്ചു. അവതരണം എന്ന് പറയുന്ന വാക്കിനകത്ത് എന്തോ ഒരു പെർഫോമൻസാണ്, അതല്ല, അവർ ആരാധനയായി അത് അർപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദീർഘനാളുകളായി ഏറ്റവും മനോഹരമായ രീതിയിൽ ഇതിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടി കോർ മാസ്റ്ററും കോരംഗങ്ങളും വളരെയേറെ സൂക്ഷിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെ ആരാധനയുമായി കൂട്ടിയിണക്കാൻ ബഹുമാനപ്പെട്ട നോബൽ അച്ഛൻ്റെ ഒരു ശ്രമവും അച്ഛൻ്റെ അവരുടെ കൂടെയുള്ള ഒരു അനുഗ്രഹീതമായ നേതൃത്വവും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ തനിമയും ആരാധനയുടെ മനോഹാരിതയും ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഗാനങ്ങളുടെ ചാരുതയെ ഈ മനോഹാരിതയോടുകൂടി ചേർത്ത് നിർത്തി വളരെ മനോഹരമായി അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചു. കോരങ്ങളോടെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അതിനോടൊപ്പം നൽകിയ നോളജിനോടും അതിൻ്റെ കോർ ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബിജുവിനോടും ജോയലിനോടും എല്ലാ കോർ മെമ്പേഴ്സിനോടും ഞങ്ങൾ ചിരിക്കാം. ഇത്രയും ദൂരം എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ധന്യരാണ്. നിങ്ങൾ ധന്യരാണ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹകരമായ ഒരു ആരാധനയിൽ സംബന്ധിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾ ധന്യരാണ്. ഇങ്ങനെയുള്ള ഭാഗ്യം നമ്മുടെ ഇടവകയിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ കഷ്ടം വെറുതെ വീട്ടിലിരിക്കുന്നവരെ എന്നോർത്ത് ഞാൻ പരിതപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധന്യരാണ് എന്ന് പറയുന്നു. വന്നവരോടുള്ള എല്ലാ സ്നേഹവും നന്ദി അറിയിക്കുന്നു. മേൽക്കുമേൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കൊയറിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരമായ ഒരു പ്രോഗ്രാം കണ്ട് വന്നതിലും കൊയർ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു പോകാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ആരാധന മനോഹരമാക്കിയ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. To officially place on record the word of thanks that we call upon Charlotte George to lead the doing. He was pierced for our transgressions, he was crushed for our iniquities. The punishment that brought us peace was on him, and by his wounds we are healed. Isaiah 53:5. As we reflect on the passion of Christ, we thank the Lord for his love, sacrifice, and for allowing us to gather here today to remember him through this worship. Let me start with a heartfelt thank you to our dear Achans, Vinoy Achan, Sanju Achan, Noble Achan, for all your constant support and prayers. And special thanks to Noble Achan for guiding us and helping us plan the worship. He's been there. Whatever you saw today, which was different about the worship, was all him. Thank you so much, Achan. Last time we did have a separate Passion recital program, but this time including it as part of the evening service made it even more meaningful and special. A special thanks to our choir leader Biju Uncle and Joel George for teaching us all those wonderful and all those powerful songs. We have a good time in singing it. And a big thanks
to Bhavita Aunty. Everything that you see today was planned and organized by her. I delegated everything to her and she did such a wonderful job. Bhavita Aunty. And thanks to everybody who played the instruments, Noel on the violin, all those who played. We also had Naveen who actually prepared a track for us. So thank you so much, it added so much to the experience. And of course to all the choir members, thank you for coming for practices and putting in so much effort. On Fridays, of course we only came on one Friday, but still it was a working day and all of you made the effort to come, and it was it is definitely appreciated. Thanks again to Tiju Uncle and Bhavita Aunty for helping us with the PPT. We have Tasha here recording us. Thank you so much. Also Roman and Zach Patrician. I don't see Zach. Yeah. So thank you so much for managing the mics today. And finally, I'd like to thank each one of you who came today and joined us for this passion recital and made this evening service so special. Your presence has made it complete. Thank you all once again. God bless you. And thank you, Charlotte, for thanking us all. Indeed, this was a history made in the Marthoma Church. How can we bring in fusion in its real sense with our worship and modern singing is what we just witnessed today. All those who are at home, as Achan said, woe to them. We have seen something beautiful. If you believe in it, say I. A-Y-E-I, the French language. So yeah. So that means yes. It means yes. So yes, you did witness it. But let me tell you, congregation, you were not an audience, but congregation. And when did you prove this? When you did not clap for all those mesmerizing performances, because it was not. It was worship, and we worshipped along with them. All praise and glory to God. Have a blessed evening. I believe evening meal, kanji, is served for us. Yes. Please participate in it and make a happy go home. Bye.